ബഹുമാനപ്പെട്ടവരുടെ അനുസ്മരണം നമ്മളിവിടെ മയ്യിത്ത് നിസ്കാരത്തിന്റെ സമയത്ത് നടന്നപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ വഫാത്താകുന്ന ഉസ്താദിന്റെ അസുഖം ബാധിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ടവർ സംബന്ധിച്ചത് ഒരു വലിയ മൗലിദ് സദസ്സിലായിരുന്നു. മുത്തുനബിയുടെ മൗലിദും അപദാനങ്ങളും വാഴ്ത്തുന്ന ഒരു വലിയ മജ്ലിസ്. അത് വലിയ ഭാഗ്യമാണ് നമ്മുടെ അബ്ദുള്ള ഹാജിക്ക്. ഫാത്തിമ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനായ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി അവറുകൾ, കോഴിക്കോട് ജില്ലയിലെ അത്തോളി സ്വദേശിയായ അബ്ദുള്ള സാഹിബ്, അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കെയാണ് മഹാനായ ശംസുൽ ഉലമ യാത്ര പറയുന്നത്. ശംസുൽ ഉലമയുടെ ചികിത്സ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ശംസുൽ ഉലമയെ ഫാത്തിമ ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നിരുന്നത്. നമുക്കറിയാൻ പറ്റും. അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ടവർ വളരെ അന്തസ്സിൽ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മഹാനായ ശംസുൽ ഉലമ വാങ്ങിന് ഉത്തരം കൊടുത്തിട്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ആ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു വലിയ പൊതു സദസ്സിൽ ഉസ്താദ് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഈ മൗലിദ് സദസ്സിലാണ്. അവിടെ ഞാനുമുണ്ട്. ഒരുപാട് മുതഅല്ലിമീങ്ങൾ, ഒരുപാട് ഹാഫിളീങ്ങളായ മുതഅല്ലിമീങ്ങൾ അവിടെ അത്തോളിയിൽ തന്നെ ഹിഫ്ളിന് പഠിക്കുന്ന 10-70 കുട്ടികളുണ്ട്. വേറെയും മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരുമല്ലാതെ സാധാരണക്കാരായ ആളുകളെയൊന്നും അവിടെ വിളിച്ചിരുന്നില്ല. വാവാട് ഉസ്താദ് അവിടെ ഉണ്ട്, ചെറുശ്ശേരി ഉസ്താദ് അവർ അവിടെയുണ്ട്, പിന്നെ നമ്മുടെ ചേലക്കാട് ഉസ്താദ് അവർ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഗത്ഭരായ വലിയ വലിയ ആത്മീയ നേതാക്കന്മാർ ഒരുമിച്ചുകൂടി ജുമുഅ നിസ്കാരത്തിന്റെ ശേഷം അബ്ദുള്ള ഹാജിയുടെ വീടിന്റെ മുറ്റത്ത് അവിടെ പുല്ലുണ്ട്, അവിടെയൊക്കെ പന്തലൊക്കെ വെച്ചിട്ട് ആ വീടിന്റെ മുറ്റത്ത് വലിയ ഒരു സദസ്സിലായി വലിയൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും മാത്രമുള്ള ഒരു സദസ്സ്. അവിടെ ബഹുമാനപ്പെട്ട കുട്ടിയസൻ ദാരിമി അവരുടെ അനുജനുണ്ട്, മറ്റൊരുപാട് വേറെയും ഉസ്താദുമാർ ആ സദസ്സിലുണ്ട്. മുസ്തഫ ഹുദവി ആക്കോട് അവിടെ ഉണ്ടായിരുന്നു. വേറെയും ഒരുപാട് ആളുകൾ ഒക്കെ. വളരെ മനോഹരമായ സദസ്സ്. അവിടെ നബിതങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്ത് ആ ദുആഇന് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവറുകളാണ് ദുആഇന് നേതൃത്വം കൊടുത്തത്. അസറിന്റെ മുമ്പായിട്ട് പരിപാടി കഴിഞ്ഞു. അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ടവർ പിന്നീട് വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചെമ്മാടെത്തി. ചെമ്മാട് 2 ദിവസം ദർസ് നടത്തി. ബഹുമാനപ്പെട്ടവർ ഈ അസുഖം ബാധിക്കുന്ന സമയം അവസാനം ചെയ്തത് തുഹ്ഫയുടെ ക്ലാസ്സാണ്. അന്ന് ദാൽഹുദയിൽ തുഹ്ഫയുടെ ക്ലാസ് ഇപ്പോഴും നടക്കുന്നത് പള്ളിയിൽ വെച്ചാണ്. കാരണം ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഉള്ളത് കൊണ്ട്, ഒരു ക്ലാസ് റൂമിൽ കൊള്ളാത്തത് കൊണ്ട് തുഹ്ഫയുടെ ഫിഖഹിന്റെ ആധികാരികമായ ഗ്രന്ഥമായ തുഹ്ഫ ആ ദർസ് നടത്തുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവർ പള്ളിയിൽ വെച്ചാണ്. ആ ദർസ് കഴിഞ്ഞ് വരുമ്പോഴാണ് കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മുടെ ജബ്ബാർ ഹാജിയെ അറിയുന്നവരുണ്ടാവും. കൊണ്ടോട്ടിയിലുള്ള ജബ്ബാർ ഹാജി അടക്കമുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഉസ്താദിനോട് ഒരു മസ്അല ചോദിക്കാൻ, ഒരു ഫത്വ ചോദിക്കാൻ. ആ ഫത്വയുടെ ഉത്തരം കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന് അസ്വസ്ഥത തോന്നുകയും അങ്ങനെയാ കൊണ്ടുപോകുന്നത്. ആ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഹുദവി സുഹൃത്തുക്കളിൽ ഒരാൾ ഉസ്താദിന്റെ കൂടെ വാഹനത്തിലുണ്ട്. ബഹുമാനപ്പെട്ടവർ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മാത്രമായിരുന്നു ആ കാറിലുടനീളം. ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും സംസാരം നിലച്ചു, ശരീരം തളർന്നു പോയിരുന്നു. അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ മഹാനവറുകൾ ചൊല്ലിയിട്ടുണ്ട്. അതിന്റെ ശേഷം സംസാരിച്ചിട്ടില്ല. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതൊരു ഭാഗ്യമല്ലേ? അവസാനമായി ചൊല്ലുന്ന വാക്ക്. പിന്നെ നമ്മൾ മാസങ്ങളോളം മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല. അവസാനം പറഞ്ഞത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. അത് ഉസ്താദ് അവറുകൾ പറഞ്ഞു എന്നത് വ്യക്തമായി ആ വാഹനത്തിൽ യാത്ര ചെയ്ത നമ്മുടെ സുഹൃത്തുക്കൾ ശരിക്കും കേട്ടതാണ്. പിന്നെ ഉസ്താദ് സംസാരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്ന ദിവസം ആ സമയം ശ്വാസത്തിന് തടസ്സം കണ്ടപ്പോ അപ്പോഴൊന്നും സംസാരശേഷിയില്ലായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് അവിടെയുള്ള മക്കൾ, ഉസ്താദിന്റെ മോനുണ്ട്, ചെറുപ്പക്കാരനായ സ്വാദിഖ്, അതുപോലെയുള്ള ഉസ്താദിന്റെ മരുമക്കൾ അവിടെ ഉണ്ട്. അവരൊക്കെ കൂടി അവസാനം സംസം വെള്ളം വായിലേക്ക് നനച്ചു കൊടുത്തു. അത് കുടിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ ലോകത്തോട് യാത്ര പറയുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ലക്ഷണമൊത്തൊരു മരണം ബഹുമാനപ്പെട്ടവർക്കുണ്ടായി. അതിന്റെ അർത്ഥം ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്ന ഒരൊറ്റ സംഗതി കൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ നന്മ നമുക്കറിയാൻ കഴിയില്ല. മുഅ്മിനെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നുവല്ലോ, മൻ കാന മുതഅസ്സിയൻ ഫൽയതഅസ്സ ബിമൻ ഖദ് മാത് ഫഇന്നൽ ഹയ്യ യുഖ്ശാ അലൈഹി സൂഉൽ ഖാത്തിമ. ആർക്കെങ്കിലും ആരെയെങ്കിലും അനുകരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരനുകരിക്കേണ്ടത് ആരെയാണ്? ബിമൻ ഖദ് മാത്,
മരിച്ചുപോയ സജ്ജനങ്ങളെയാണ് അനുകരിക്കേണ്ടത്. എന്തുകൊണ്ട്? ഫഇന്നൽ ഹയ്യ യുഖ്ശാ അലൈഹി സൂഉൽ ഖാതിമ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മോശമായ അന്ത്യം വരുമോ എന്ന് നമ്മൾ പേടിക്കണം. പക്ഷേ ഒരാൾക്ക് നല്ല അന്ത്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ചരിച്ച വഴി അള്ളാഹുവിന് പൊരുത്തമുള്ള വഴിയാണെന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയിലെ ജമിയത്തുൽ ഉലമ എന്ന വലിയ മഹാപ്രസ്ഥാനത്തിന്റെ കീഴിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഈ പണ്ഡിതന്മാരെ കണ്ടതിന്റെ പേരിലാണ്. അവർ നേതൃത്വം തന്ന പ്രസ്ഥാനത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ അവർക്കുണ്ടായ അനുഭവം ഈ നല്ല ഹുസ്നുൽ ഖാതിമയാണ്. ഈമാനോടുകൂടെയുള്ള കലിമ ചൊല്ലിയുള്ള മരണമാണ്. ആ മരണം അതുപോലെ നമുക്കും ലഭ്യമാവാൻ ആ പ്രസ്ഥാനം തന്നെ മതി എന്നറിയിച്ചു തരുന്ന അടയാളങ്ങളാണ് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള മരണങ്ങൾ. അത് നമുക്കൊരു പാഠമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന പോലെ അങ്ങനെ ഒരു കലിമ ചൊല്ലണമെങ്കിൽ ജീവിതത്തിൽ നമ്മളത് ചൊല്ലിയിരിക്കണം. ദിക്റുകൾ ചൊല്ലുമ്പോഴേ നമ്മുടെ നാവിലത് വരൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണെങ്കിൽ ആ നേരത്തെ രാഷ്ട്രീയമേ നാവിൽ വരൂ. നമ്മൾ ഏറ്റവും കൂടുതൽ നാവ് കൊണ്ട് പറയുന്നത് നമ്മൾ ഏതെങ്കിലും സിനിമ കഥകളോ പാട്ടൊക്കെ ആണെങ്കിൽ ആ നേരത്ത് അതേ വരൂ. നമ്മൾ നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് ദിക്റും കലിമയുമാണെങ്കിൽ നമ്മുടെ നാവിൽ അതാണ് വരിക. അതുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, എന്റെ സുഹൃത്തുക്കളായ ഹുദവി ഉസ്താദുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അബ്ദുൽ ബാരി ഹുദവി അടക്കമുള്ള ഹുദവിമാർ, പ്രഗത്ഭരായ ആളുകൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഞങ്ങൾ ദാൽഹുദയിൽ കാണുമ്പോൾ രാവിലെ ദർസിന് പോകുമ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയം ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെയറിൽ ഒരു ചെറിയ റൂം താമസിച്ചിരുന്ന അല്ലെങ്കിൽ ദാൽഹുദയിൽ വിശ്രമിച്ചിരുന്ന റൂം വളരെ ചെറിയ റൂമാണ്. എത്രേന്റെ വലുപ്പം എങ്ങനെ പറഞ്ഞുതരാ? വളരെ ചെറുത്. ആ റൂം, അവിടെ ഒരു കട്ടിലുണ്ട്, ഉസ്താദിന്റെ കിതാബുകൾ കാണും, അവിടെ ഒരു മുസല്ല വിരിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അത്രയേ റൂമിലുള്ളൂ. അത് ആ റൂമിന്റെ തൊട്ടുപുറത്ത് തസ്ബീഹ് മാലയും പിടിച്ച് ഉസ്താദിന്റെ ചെറിയൊരു കിതാബുണ്ട്, കൈ കൊണ്ട് എഴുതിയ ഒരു ദിക്റിന്റെ കിതാബുണ്ട്. ആ കിതാബിൽ ഇങ്ങനെ നോക്കിയിട്ട് ദിക്റുകൾ ചൊല്ലി ഔറാദുകൾ രാവിലെയും വൈകുന്നേരവും അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നിസ്കാരത്തിലായിരിക്കും. ളുഹാ നിസ്കാരവും ഇശ്റാഖ് നിസ്കാരവും ഏത് സമയവും ബഹുമാനപ്പെട്ട ഒന്നുകിൽ കിതാബ്. അത് മാത്രമല്ല, ഒരുപാട് ദർസ് നടത്തി തഴമ്പിച്ചിട്ടുണ്ട് ഉസ്താദിന്. കിതാബുകൾ മനഃപ്പാഠമായിരിക്കും. എന്നിട്ട് പോലും ഉസ്താദിന്റെ പ്രത്യേകത, ഏത് ക്ലാസ്സിലേക്കാണോ ഉസ്താദ് ദർസ് നടത്താൻ പോകുന്നത് ആ പോകുന്നതിന് മുമ്പ് കിതാബ് തുറന്നു വെച്ച് ഒന്ന് മുതാലാ ചെയ്യും. ഉസ്താദ് ഒന്ന് നോക്കും. ഇത് നമ്മളോട് ഉസ്താദിന്റെ ശിഷ്യന്മാരായ ഞങ്ങളുടെ ഉസ്താദുമാർ തന്നെ പറയും അത് ഉസ്താദിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇതെനിക്കറിയാമല്ലോ, കണ്ണു ഞമ്പി പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ പറയില്ല. കാരണം ഇത് ഇൽമാണ്, ദീനാണ്. ബഹുമാനപ്പെട്ടവർ ആ കിതാബ് ഒന്ന് മറിച്ചു വെച്ച് ഇവിടെ ആ ഇബാറത്ത് മുഴുവനും കൽബിലുണ്ടാകും. കാരണം ജീവിതത്തിൽ പതിറ്റാണ്ടുകളോളം ഓതിക്കൊടുത്ത കിതാബുകളാണ് ഇതൊക്കെ. എന്നാലും ഒന്ന് നോക്കി വെച്ച് ആ ദർസ് തുടങ്ങുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് വരേക്കും ബഹുമാനപ്പെട്ടവർ ആ പേജുകളൊക്കെ ഒന്ന് നോക്കി ഏതാണ് പഠിപ്പിക്കാൻ പോകുന്നത് അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചതിന്റെ ശേഷമാണ് ദർസിലേക്ക് വരിക. അങ്ങനെ ഒരു അത്രയും സൂക്ഷ്മതയും വലിയ ഇൽമും നാവുകൊണ്ട് ഒരുപാട് ദിക്റും ശരീരം കൊണ്ട് ഇബാദത്തും ചെയ്ത ഒരു വലിയ ഒരു അനുഭവം ഞങ്ങൾ ദാൽഹുദയിൽ പഠിച്ച ആളുകൾ എന്ന നിലയിൽ ഉസ്താദുമായി വളരെ അടുത്ത്, കാരണം ഒരുപാട് സമയം ഉസ്താദ് അവിടെയാണ് ചെലവഴിക്കാറുള്ളത് സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് അനുഭവമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള വലിയ വലിയ പാഠങ്ങളാണ്. നമ്മൾ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. വേറെ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അങ്ങനെ ഒരുപാട് ദിക്റും ഒരുപാട് ഇബാദത്തും സൽക്കർമ്മവും ദീനിന്റെ ഖിദ്മത്തും ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹുവിനെ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ.